നമസ്തേ, യോഗ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആശ. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ആദ്യമായിട്ട് യോഗ ചെയ്യാൻ തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് ലൂസനിങ് എക്സസൈസും ബ്രീത്തിങ് എക്സസൈസുകളും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള സീക്വൻസാണ് നമ്മളിവിടെ ചെയ്യുന്നത്. യോഗാസനാസ് എല്ലാം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ശരീരം ഒന്ന് വഴങ്ങാനായിട്ട്, ഒന്ന് ലൂസൻ ചെയ്യാനായിട്ട്, നമ്മുടെ ജോയിൻസും മസിൽസ് എല്ലാം ഒന്ന് ലൂസനായിട്ട് വരാനായിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നു. അതുപോലെ യോഗ ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുള്ള ഇഞ്ചുറീസ്, ചില ഉളുക്കുകൾ എല്ലാം വരാതിരിക്കാനായിട്ട് ഈ ഒരു പ്രാക്ടീസ് വഴി സഹായകരമാകുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ലൂസനിങ് എക്സസൈസുകൾ അല്ലെങ്കിൽ ശീതളീകരണ വ്യായാമം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ആർക്കെങ്കിലും യൂസ്ഫുള്ളായിട്ട് തോന്നുമെന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ തന്നെ പല രീതിയിലുള്ള ആസനാസ് എല്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എങ്ങനെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിന് ഒരു ഐഡിയ കിട്ടാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കും ചെയ്യാനായിട്ടാണ് ഇത് ഇട്ടിരിക്കുന്നത്. യോഗ ചെയ്യാൻ സമയമില്ല എന്ന് പറയുന്നവരോട് നിങ്ങൾക്ക് ഒരു 30 മിനിറ്റ്സ് യോഗയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് തന്നെ അതൊരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അവരവരുടെ നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് തന്നെ, നാളെ എന്നുള്ളൊരു ദിവസം നല്ല ദിവസം നോക്കി നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ യോഗ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാണുന്നവരും ഇതിനോടൊപ്പം തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള കമൻറ്റിലൂടെ എന്നോട് ചോദിക്കാവുന്നതാണ്. ഒരു കംഫർട്ടബിളായിട്ടുള്ള പൊസിഷനിൽ മാറ്റിലോ ബെഡ്ഷീറ്റിന് മുകളിലായിട്ടോ, നിലത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ബെഡിലോ അല്ലെങ്കിൽ കസേരയിലോ ഇരുന്നു കൊണ്ട് ആദ്യത്തെ മൂവ്മെൻറ്റുകൾ ചെയ്യാവുന്നതാണ്. പുറം പടിഞ്ഞോ അല്ലെങ്കിൽ വജ്രാസനയിലോ നടുവ് നിവർന്നിരിക്കുന്ന സ്ഥിതിയിലിരിക്കാനായിട്ട് ശ്രമിക്കുക. കൈകൾ ഫ്രീ ആയിട്ട് കൈപ്പത്തികൾ മുകളിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിൽ മുട്ടിന് മുകളിലായിട്ട് വെച്ചിരിക്കുകയാണ്. നടുവ് നിവർന്നിരിക്കട്ടെ. നടുവും കഴുത്തും നിവർന്നിരിക്കാനായിട്ട് ശ്രമിക്കുക. ശ്വാസഗതി ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. സാധാരണ രീതിയിൽ ശ്വാസം എടുക്കുന്നതും വിടുന്നതും അറിയാൻ ശ്രമിക്കുക. അതിനുശേഷം ശ്വാസം എടുക്കുമ്പോൾ വയറ് പുറത്തോട്ടൊന്ന് ബൾജ് ചെയ്ത് കൊടുക്കുക. ശ്വാസം വിടുമ്പോൾ വയറകത്തേക്ക് സിങ്ക് ചെയ്യുക. അതൊരു 3 തവണ റിപ്പീറ്റ് ചെയ്യുക. ശാന്തമായ അവസ്ഥയിൽ യോഗ ചെയ്യാൻ പോകുന്നത് അറിയാൻ ശ്രമിക്കുക. പ്രാർത്ഥനയോടുകൂടി യോഗ ചെയ്യാൻ ആരംഭിക്കാം. നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനെ മനസ്സുകൊണ്ടൊന്ന് ധ്യാനിക്കുക. കൈകളും കൂപ്പിപ്പിടിക്കുക. മനസ്സുകൊണ്ട് ഈശ്വരനെ ഒന്ന് ധ്യാനിക്കുക. പതഞ്ജലി മഹർഷിയെ, യോഗയുടെ ആചാര്യനെ ഒന്ന് മനസ്സുകൊണ്ട് ധ്യാനിക്കുക. അവരുടെ അനുഗ്രഹം മേടിക്കുന്നതായിട്ട് സങ്കല്പിക്കാൻ ശ്രമിക്കുക. കൈകൾ രണ്ടും പിന്നിൽ കൂട്ടിപ്പിടിക്കുക. ശ്വാസമെടുത്ത് തല ഉയർത്തി ശ്വാസം വിട്ട് നെറ്റി തറയിലേക്ക് മുട്ടുന്ന രീതിയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു വരിക. ഇരു കൈകളും കൂട്ടിത്തിരുമ്മി ആ ചെറിയ ചൂട് കണ്ണിന് മുകളിൽ വെച്ച്, മുഖത്തായിട്ട് വെച്ച് സാവധാനം കൈകൾ റിലീസ് ചെയ്യുക. നമസ്തേ. യോഗ ചെയ്ത് തുടങ്ങാം. നെക്ക് മൂവ്മെൻറ്റോടുകൂടി നമുക്ക് ചെയ്യാൻ ആരംഭിക്കാം. കംഫർട്ടബിളായിട്ടുള്ള പൊസിഷനിൽ ഇരുന്നുകൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിന്നുകൊണ്ട് വേണമെങ്കിലും ഇതേ മൂവ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ശ്വാസം എടുത്തുകൊണ്ട് തല മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് താടി നെഞ്ചിനടുത്തേക്ക് കൊണ്ടുവരിക. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് 5 തവണ വരെ റിപ്പീറ്റ് ചെയ്യുക. ശ്വാസം എടുത്ത് മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്, ശ്വാസം എടുത്ത് തലമുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് താടി നെഞ്ചിലേക്കോ ക്ലാവിക്കിളിനടുത്തേക്കോ കൊണ്ടുവരുന്ന രീതിയിൽ ശ്വാസം എടുത്ത് നേരെ വരിക. വശങ്ങളിലോട്ട് ചെയ്യാം. ശ്വാസം എടുത്ത് സെൻറ്ററിൽ, ശ്വാസം വിട്ടുകൊണ്ട് ഒരു വശത്തോട്ട് തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് സെൻറ്ററിലേക്ക് വരിക. ശ്വാസം വിട്ടുകൊണ്ട് എതിർവശത്തോട്ട് തിരിഞ്ഞ് നോക്കുക. ശ്വാസം എടുത്ത് നേരെ, ശ്വാസം വിട്ടുകൊണ്ട് തല വലതുവശത്തേക്ക് റിപ്പീറ്റ് ചെയ്ത് പോവുക. 3 മുതൽ 5 തവണ വരെ നിങ്ങൾക്കിത് റിപ്പീറ്റ് ചെയ്ത് പോകാവുന്നതാണ്. ശ്വാസം എടുത്തുകൊണ്ട് സെൻറ്ററിലേക്കും, ശ്വാസം വിട്ടുകൊണ്ട് വശങ്ങളിലേക്കും. ഇനി ട്വിസ്റ്റിങ് ചെയ്യാം. സെൻറ്ററിൽ ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് തല വലതുവശത്തേക്ക് തിരിക്കുക. ശ്വാസം എടുത്ത് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് എതിർവശത്തേക്ക് തിരിക്കുക. ഇത് ചെയ്യുമ്പോൾ വലത് ചെവി വലത് ഷോൾഡറിനടുത്തേക്ക് കൊണ്ടുപോകുന്ന രീതിയിലും ഇടത് ചെവി ഇടത് ഷോൾഡറിനടുത്തോട്ട് കൊണ്ടുപോകുന്ന രീതിയിലുമാണിത് ചെയ്യുന്നത്. ഷോൾഡർ ഉയർത്താതെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി റൊട്ടേഷൻ ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് തല ഒരു വശത്തോട്ട് തിരിക്കുക.
പതിയെ പിന്നിലേക്ക്, എതിർവശത്തേക്ക്, വീണ്ടും സെൻറ്ററിലേക്ക്. ഒരു ക്ലോക്ക് വൈസും ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ഈ ഒരു റൊട്ടേഷൻ മൂവ്മെൻറ്റ് ചെയ്തു പോവുക. കഴുത്തിന് വേദനയോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉള്ളവർ സൂക്ഷിച്ച് ചെയ്യുക, അല്ലെങ്കിൽ റൊട്ടേഷൻ ഒഴിവാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക. 5 തവണയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ശ്വാസഗതി കിട്ടുന്നില്ലെങ്കിൽ റൊട്ടേഷനിൽ നോർമൽ ബ്രീത്തിങ്ങിൽ ചെയ്തു പോകാവുന്നതാണ്. നേരെ വരിക. അടുത്തതായിട്ട് കൈകൾ നീട്ടിപ്പിടിക്കുക. കൈവിരലുകളുടെ ചലനം ചെയ്യുക. കൈവിരലുകൾ മടക്കുക, കൈവിരലുകൾ നിവർത്തുക. അടുത്തതായിട്ട് കൈപ്പത്തി മുന്നിലേക്കും പിന്നിലേക്കും സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. മുന്നിലേക്കും പിന്നിലേക്കും നോർമൽ ബ്രീത്തിങ്ങിൽ ചെയ്താൽ മതി. അടുത്തതായിട്ട് റിസ്റ്റ് റൊട്ടേഷൻ ചെയ്യാം. കൈകൾ മുഷ്ടി ചുരുട്ടി റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക, ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും. അടുത്തതായിട്ട് കൈപ്പത്തി മുകളിലോട്ട് ഫേസ് ചെയ്ത് കൈമുട്ടുകൾ മടക്കി നിവർത്തുക. അതായത് കൈവിരലുകൾ ഷോൾഡറിനടുത്തേക്ക് വരട്ടെ. ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം വിടുമ്പോൾ കൈ നേരേക്ക്. അടുത്തതായിട്ട് ഷോൾഡർ റൊട്ടേഷൻ ചെയ്യാം. കൈവിരലുകൾ ഷോൾഡറിന് മുകളിലായിട്ട് വെച്ചുകൊണ്ട് കൈമുട്ടുകൊണ്ട് വലിയ വട്ടം വരക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഷോൾഡർ റൊട്ടേഷൻ ചെയ്യുക. എതിർവശത്തേക്കും റൊട്ടേറ്റ് ചെയ്ത് പോവാം. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും റിപ്പീറ്റ് ചെയ്യുക. ഷോൾഡർ റൊട്ടേഷൻ. കൈകൾ റിലീസ് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് ട്വിസ്റ്റിങ് ചെയ്ത് കൊടുക്കാം. വലത് കൈ ഇടത് കാൽമുട്ടിനടുത്ത് വെക്കുക. ഇടത് കൈ പിന്നിൽ സ്പൈനിന് ബാക്കിലായിട്ട് പതിച്ച് വെച്ചുകൊണ്ട് ഇടതുവശത്തോട്ട് ട്വിസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ എതിർവശം ചെയ്യുക. ഇടത് കൈ വലത് കാൽമുട്ടിൽ വെച്ചുകൊണ്ട് പിന്നിലേക്ക് ട്വിസ്റ്റ് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് പിന്നിലേക്ക് ട്വിസ്റ്റ് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് പിന്നിലേക്ക് ട്വിസ്റ്റ് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. വശങ്ങളിലൂടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അതിനായിട്ട് വശങ്ങളിലോട്ട് തിരിഞ്ഞ് ഇരിക്കുന്നുണ്ട്. വലത് കൈയാണെങ്കിൽ വലത് കൈ ഇടത് കാലിൻ്റെ മുട്ടിൽ വെക്കുക. അതിനുശേഷം ഇടത് കൈ പിന്നിൽ പതിച്ച് വെച്ചുകൊണ്ട് ഇടതുവശത്തോട്ട് ട്വിസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ എതിർവശവും ചെയ്യുക. നല്ല ട്വിസ്റ്റിങ് കിട്ടുന്നത് അറിയാൻ ശ്രമിക്കുക. ഷോൾഡർ ഒരേ ലൈൻ ആക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ട്വിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും. ഈ ഒരു രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് പോവുക. 3 to 5 റൗണ്ട്സ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് കാലുകൾ നീട്ടി വെക്കുക. കൈകൾ വശങ്ങളിൽ കുത്തി നടുവ് നിവർത്തി വെക്കുക. കാൽവിരലുകളുടെ ചലനം ചെയ്യുക. കാൽവിരലുകൾ മുന്നിലേക്കും പിന്നിലേക്കും, കാൽവിരലുകൾ മുന്നിലേക്കും പിന്നിലേക്കും ചെയ്യാൻ ശ്രമിക്കുക. കാൽപാദം നന്നായിട്ട് മുന്നിലോട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക, പിന്നിലേക്കും സ്ട്രെച്ച് ചെയ്യുക. ഇതും റിപ്പീറ്റ് ചെയ്യുക. കാലുകൾ നന്നായിട്ട് മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യുക, വിരലുകൾ പിന്നിലേക്കും സ്ട്രെച്ച് ചെയ്യുക. ഈ ഒരു രീതിയിൽ 5 തവണ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് കാലുകൾ കുറച്ച് അകത്തി വെക്കുക. റൊട്ടേഷൻ ചെയ്ത് കൊടുക്കാം. ഇത് കാലുകൾ അടുപ്പിച്ച് വെച്ചുകൊണ്ട് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ അകത്തി വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. കാലിൻ്റെ ആംഗിൾ റൊട്ടേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചെയ്തു പോവുക. അടുത്തതായിട്ട് കാലുകൾ കുറച്ച് അകത്തി വെച്ചുകൊണ്ട് കാൽവിരലുകൾ പെരുവിരൽ അകത്തേക്ക് പതിയുന്ന രീതിയിലും ചെറുവിരൽ പുറത്തേക്ക് പതിയുന്ന രീതിയിലും അകത്തേക്കും പുറത്തോട്ടും പാദങ്ങൾ ചലിപ്പിച്ച് കൊടുക്കുക. അടുത്തതായിട്ട് ബട്ടർഫ്ലൈ മൂവ്മെൻറ്റ് ചെയ്യാം. അതിനായിട്ട് കാലിൻ്റെ അടിഭാഗം രണ്ടും പതിഞ്ഞിരിക്കുന്ന രീതിയിൽ കാലുകൾ മുട്ടുമടക്കി വെക്കുക. കൈകൾ ഇൻ്റർലോക്ക് ചെയ്തുകൊണ്ട് കാലിൻ്റെ പെരുവിരലിൽ പിടിക്കാൻ അല്ലെങ്കിൽ കാൽവിരലുകളിൽ പിടിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇരുമുട്ടുകളും വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മൾ ബട്ടർഫ്ലൈ മൂവ്മെൻറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ഉപ്പൂറ്റി മാക്സിമം നമ്മുടെ പെരിനിയൻ ഏരിയയിലേക്ക് അടുപ്പിച്ച് വെക്കാൻ ശ്രമിക്കുക. ശരീരത്തോട് അടുപ്പിച്ച് വെക്കാൻ ശ്രമിക്കുക. നടുവ് നിവർന്നിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നടുവ് കൂന് പോലെ ആയി പോവരുത്. നടുവ് നിവർത്തി വെച്ചുകൊണ്ട് വേണം ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാൻ. ഒരു 25 മുതൽ 50 സ്ട്രോക്സ് വരെ നിങ്ങൾക്കിത് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ശ്വാസമെടുത്ത് തല ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് നമ്മുടെ നെറ്റിയോ താടിയോ കാലിൽ കൊണ്ടുവന്ന് മുട്ടിക്കാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് എന്തോരം കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ ആ രീതിയിൽ കൊണ്ടുവന്ന്
സാവധാനം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരുത്താനായിട്ട് ശ്രമിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു പോവുക. ഇനി കാലുകൾ റിലീസ് ചെയ്ത് കൊടുക്കുക. ശിശുപാലാസന ചെയ്യാം. വലത് കാല് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ മുട്ടുമടക്കി വലത് കാലിൻ്റെ പാദം ഇടത് കൈയുടെ മുട്ടിന് ഉൾഭാഗത്തായിട്ടാണ് വച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞിനെ പിടിക്കുന്ന രീതിയിൽ ഇരു കൈകൾ കൊണ്ട് കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ കുഞ്ഞിനെ താരാട്ടുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റോക്ക് ആൻഡ് റോൾ ചെയ്യുന്നത് പോലെ ഈ ഒരു മൂവ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ല അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ ഒരു കൈ കൊണ്ട് നിങ്ങൾ കാലിൻ്റെ മുട്ടിലും മറ്റൊരു കൈ കൊണ്ട് കാലിൻ്റെ ഹീൽസിലും ഉപ്പൂറ്റിയിലും പിടിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നിലോട്ട് ബെൻഡ് ആയി പോവരുത്, അതിന് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. അതിന് റിലീസ് ചെയ്യുക. എതിർവശം കാലെടുക്കുക. ഇടത് കാലാണെങ്കിൽ ഇടത് കാലിൻ്റെ പാദം വലത് കൈയുടെ മുട്ടിന് ഉൾഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ വെക്കുക. ഇരു കൈകൾ കൊണ്ട് പിടിക്കാൻ സാധിക്കുമെങ്കിൽ ഈ കാല് മുട്ട് മുതൽ ആങ്കിൾ വരെ അല്ലെങ്കിൽ മുട്ട് മുതൽ ഹീൽസ് വരെ കൂട്ടിപ്പിടിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഓരോ കൈകൾ നമ്മുടെ ഹീൽസിലും മുട്ടിലും പിടിച്ച് ആ മൂവ്മെൻറ്റ് ചെയ്യുക. അടുത്തതായിട്ട് കാലുകൾ അകത്തി വെക്കുക. കൈകൾ രണ്ടും കൂട്ടി ഇൻ്റർലോക്ക് ചെയ്ത് പിടിക്കുക. ഇനി ഒരു കാലിലേക്ക് ആദ്യം കൈ കൊണ്ടുപോവുക, പിന്നെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് മറ്റു കാലിലേക്ക് കൊണ്ടുപോവുക. പയ്യെ പിന്നിലോട്ട് ബെൻഡ് ചെയ്തുകൊണ്ട് ഒരു റൊട്ടേഷൻ മൂവ്മെൻറ്റാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, മാവൊക്കെ പണ്ട് ആട്ടുന്ന രീതിയിൽ ആ ഒരു മൂവ്മെൻറ്റ് ഓർത്താൽ മതി. മുന്നിലേക്ക് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരിക, പയ്യെ പിന്നിലേക്ക് പോകുക. ഇനി ശ്വാസഗതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലേക്കും ശ്വാസം എടുക്കുമ്പോൾ പിന്നിലേക്കും, ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് വരിക, ശ്വാസം എടുത്തുകൊണ്ട് പിന്നിലേക്കും. ആ ഒരു രീതിയിലാണ് ശ്വാസഗതി ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. ക്ലോക്ക് വൈസ് കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, നേരെ എതിർവശത്തേക്കും ചെയ്യാൻ ശ്രമിക്കുക. ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്ന ഒരു മൂവ്മെൻറ്റാണത്. ഇത് ചെയ്യുമ്പോഴത്തേക്കും ആദ്യമൊന്നും കാലിനടുത്ത് എത്തണം എന്ന് നിർബന്ധമില്ല. സാധിക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു പോവുക. പതിയെ പതിയെ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ആയിട്ട് വന്നോളും. ഇനി സാവധാനം കാലുകൾ അടുപ്പിച്ച് വെക്കുക. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. നേരെ നിവർന്ന് നിൽക്കുക, കാലുകൾ അടുപ്പിച്ച് വെക്കുക. കൈകൾ രണ്ടും ഷോൾഡർ ലെവലിൽ മുന്നിലായിട്ട് കൂട്ടിപ്പിടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും വശങ്ങളിലോട്ട് കൊണ്ടുപോവുക. ശ്വാസം വിട്ടുകൊണ്ട് നേരെ മുന്നിലേക്ക് കൊണ്ടുവരിക. ഇൻഹേൽ ചെയ്തുകൊണ്ട് വശങ്ങളിലൂടെ പിന്നിലേക്ക് കൊണ്ടുപോവുക. ശ്വാസം വിടുന്ന സമയത്ത് സാവധാനം മുന്നിലേക്ക് കൊണ്ടുവരിക. ബ്രീത്തിങ് എക്സസൈസായിട്ട് ഇത് ചെയ്തു പോവുക. ബ്രീത്തിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മൂവ്മെൻറ്റ് സ്ലോ ആയിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത്രയും സ്ലോ ആയിട്ട് ശ്വാസം എടുക്കുകയും ശ്വാസം വിടുമ്പോഴും ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക. 1:2 റേഷ്യോയിൽ ശ്വാസം എടുക്കുന്നതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് ശ്വാസം വിടാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ബ്രീത്തിങ് എക്സസൈസാണ്. ഹാൻഡ്സ് ഇൻ ആൻഡ് ഔട്ട് ബ്രീത്തിങ് ആണ് നമ്മൾ ആദ്യം ചെയ്തത്. അടുത്തതായിട്ട് ഹാൻഡ് സ്ട്രെച്ച് ബ്രീത്തിങ് ചെയ്യാം. കൈകൾ രണ്ടും ഇൻ്റർലോക്ക് ചെയ്ത് കൂട്ടിപ്പിടിക്കുക. ഫിംഗേഴ്സ് ഇൻ്റർലോക്ക് ചെയ്ത് ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുന്നിലേക്ക്, പാംസ് പുറത്തേക്ക് ഫേസ് ചെയ്ത് വെച്ചുകൊണ്ട് മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്, നമ്മുടെ നെഞ്ചിന് മുന്നിലായിട്ട് പാംസ് വരുന്ന രീതിയിൽ താഴേക്ക് കൊണ്ടുവരിക. തന്നെ 135 ഡിഗ്രി ചെയ്യാം. ഹാൻഡ് സ്ട്രെച്ച് ബ്രീത്തിങ്. ശ്വാസം എടുത്തുകൊണ്ട് 135 ഡിഗ്രി ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തി കൊടുക്കുക. കൈമുട്ട് മടങ്ങരുത്. ശ്വാസം വിട്ടുകൊണ്ട് നേരെ തിരിച്ചുകൊണ്ട് കൈകൾ പാംസ് താഴേക്ക്, അതായത് കൈയുടെ ഉൾഭാഗം നെഞ്ചിന് മുകളിലായിട്ട് വരുന്ന രീതിയിൽ താഴേക്ക് കൊണ്ടുവരിക. ഇനി നേരെ മുകളിൽ 90 ഡിഗ്രി ചെയ്ത് കൊടുക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ തലയുടെ മുകളിലേക്കായിട്ട് കൈകൾ രണ്ടും വലിച്ചു കൊടുക്കുക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് നേരെ മുന്നിലേക്ക്. ഇതിലും നേരത്തെ പറഞ്ഞതുപോലെ ശ്വാസഗതി എന്തോരം സ്ലോ ആൻഡ് ഡീപ്പായിട്ട് ചെയ്യാൻ സാധിക്കുമോ ആ ഒരു രീതിയിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ഇൻഹേൽ, എക്സ്ഹേൽ. അടുത്തതായിട്ട് ആംഗിൾ സ്ട്രെച്ച് ബ്രീത്തിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്.
കൈകൾ രണ്ടും തൈസിന് മുകളിലായിട്ട് പതിച്ചു വെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുന്നിലൂടെ മുകളിലേക്ക് ഉയർത്തുക. ഒപ്പം തന്നെ നമ്മുടെ ഹീൽസ് കൂടി മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക. ഉപ്പൂറ്റിയും കൂടി മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും മുന്നിലൂടെ മുകളിലേക്ക് നന്നായിട്ട് വലിച്ചു കൊടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴേക്ക്. ഒപ്പം തന്നെ ഉപ്പൂറ്റി പൊക്കാൻ സാധിക്കുന്നവർ ഉപ്പൂറ്റി പൊക്കി ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്തുക. ഈ സമയം നമ്മുടെ ദൃഷ്ടി ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ബാലൻസ് തെറ്റിപ്പോവുകയില്ല. ഇത് റിപ്പീറ്റ് ചെയ്ത് പോവുക. ശ്വാസം എടുക്കുമ്പോൾ നന്നായിട്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുക. ഹീൽസും മുകളിലോട്ട് ഉയർത്തുക. ശ്വാസം വിടുമ്പോൾ സാവധാനം കൈകൾ താഴേക്ക്. 3 മുതൽ 5 തവണ വരെയെങ്കിലും റിപ്പീറ്റ് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുക. ദൃഷ്ടി ഏതെങ്കിലും ഒരു പോയിന്റ് ഫോക്കസ് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴേക്ക് കൊണ്ടുവരിക. കഴിഞ്ഞാൽ കൈകൾ റിലീസ് ചെയ്യുക. നമുക്കടുത്തതായിട്ട് വജ്രാസനയിൽ ഇരിക്കാം. പൂജയിൽ ഇരിക്കുന്ന സ്ഥിതിയാണ് വജ്രാസന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൈഗർ ബ്രീത്തിങ് ചെയ്യാം. ഒരു കൈമുട്ടകലത്തിൽ കാൽമുട്ടുകൾ വെക്കുക. ഒരു കൈമുട്ടും ഒരു കൈപ്പത്തി കൂടി മുന്നിലേക്ക് വെച്ചുകൊണ്ട് അളവെടുത്ത് 4 കാലിൽ നിൽക്കുന്ന സ്ഥിതി ടേബിൾ ടോപ്പ് പോസിലേക്ക് വരിക. കൈപ്പത്തി, കാൽമുട്ട്, കാൽപാദം സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. ഇനി അടുത്തതായിട്ട് ശ്വാസം എടുത്തുകൊണ്ട് തല മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് തല താഴേക്ക്, താടി നെഞ്ചിനടുത്തേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക. ശ്വാസം എടുക്കുമ്പോൾ നട്ടെല്ല് താഴേക്ക് വളച്ചു കൊണ്ടുവരിക. ശ്വാസം വിടുമ്പോൾ നട്ടെല്ല് റാ ഷേപ്പ് പോലെ മാക്സിമം ആർച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. റിപ്പീറ്റ് ചെയ്ത് പോവുക. ഇൻഹേൽ, ഹെഡ് അപ്പ്. എക്സ്ഹേൽ, ശ്വാസം വിട്ടുകൊണ്ട് താടി നെഞ്ചിനടുത്തേക്ക്. ബ്രീത്തിങ് ആയിട്ട് റിതമിക്കായിട്ട് വേണം മൂവ്മെൻറ്റ് ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്വാസം എടുക്കുമ്പോൾ തല ഉയർത്തുകയും ശ്വാസം വിടുമ്പോൾ താടി നെഞ്ചിനടുത്തോട്ട് കൊണ്ടുവരികയും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്ക് പെയിൻ ഉള്ളവർക്ക് വളരെയധികം സഹായകരമായ ഒരു ബ്രീത്തിങ് പാറ്റേൺ ആണ്, ബ്രീത്തിങ് എക്സസൈസാണ് ടൈഗർ ബ്രീത്തിങ്. അവരിത് ചെയ്യുന്നത് വളരെയധികം യൂസ്ഫുള്ളാണ്. അല്ലാതെ തന്നെയും നമ്മുടെ ബാക്കിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും നല്ലൊരു വാമപ്പായിട്ടും എല്ലാം ടൈഗർ ബ്രീത്തിങ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞാൽ വീണ്ടും വജ്രാസനയിൽ ഉപ്പൂറ്റിയിലിരിക്കുന്ന സ്ഥിതിയിലിരിക്കുക. കൈകൾ രണ്ടും പിന്നിൽ കൂട്ടി പിടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് ശശാങ്കാസന ചെയ്യാം. നമ്മുടെ നെറ്റി താഴേക്ക് പതിക്കുന്ന രീതിയിൽ തറയിലടുത്തേക്ക് കൊണ്ടുവരിക. വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലേക്ക് ബെൻഡ് ചെയ്ത് വന്ന് നെറ്റി തറയിലേക്ക് കൊണ്ടുവരിക. റിപ്പീറ്റ് ചെയ്ത് പോകാവുന്നതാണ്. ശ്വാസം എടുത്തുകൊണ്ട് തല മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി താഴേക്ക് പതിക്കാൻ ശ്രമിക്കുക. ഇനി കാലുകൾ അടുപ്പിച്ച് വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മുട്ടുകൾ അകത്തി വെച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. ഈ ഒരു ബ്രീത്തിങ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വജ്രാസനയിൽ കൈകൾ റിലീസ് ചെയ്യുക. കുറച്ച് നേരം വജ്രാസനയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. വജ്രാസന ചെയ്യുമ്പോൾ ചിലർക്കെങ്കിലും കണങ്കാലിൽ അല്ലെങ്കിൽ പെയിൻ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ പെയിൻ ഫീൽ ചെയ്യുന്നുള്ളവർ ഒരു തുണി, ഒരു ബ്ലാങ്കറ്റ് മടക്കി ആ കണങ്കാലിനും മാറ്റിനും ഇടയിലായിട്ട് വെച്ചുകൊണ്ട് ഇരിക്കാൻ ശ്രമിച്ചു നോക്കുക. നിങ്ങളുടെ വേദന കുറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാവുന്നതാണ്. ഇനി അതല്ല, കാൽമുട്ട് ഓൾറെഡി വേദനയുള്ളവരാണെങ്കിൽ വജ്രാസന അധിക നേരം ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ ചമ്രം പടിഞ്ഞുകൊണ്ട് ഈ ആസന ചെയ്യാനായിട്ട് ശ്രമിക്കുക. വജ്രാസനയിൽ ഇരിക്കാതിരിക്കുക. മുട്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ, മുട്ടുവേദനയോ ആർത്രൈറ്റിസോ പോലുള്ള ബുദ്ധിമുട്ട് ഉള്ളവർ അത് ചെയ്യാതിരിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. സാവധാനം മലന്ന് കിടക്കാവുന്നതാണ്. കൈകളും കാലുകളും അടുപ്പിച്ച് വെക്കുക. സാവധാനം കൈകൾ ഉയർത്തി പിന്നിലായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക, വലിച്ചു വെക്കുന്ന രീതിയിൽ. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാല് 90 ഡിഗ്രീസ് മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. സ്ട്രെയിറ്റ് ലെഗ് റേസിംഗ് ആണ്, ഓൾട്ടർനേറ്റ് ലെഗ് റേസിംഗ് ചെയ്തു പോവുക. ശ്വാസഗതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കാല് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. ഇനി ഇത് തന്നെ നിങ്ങൾക്ക് സ്ട്രെയിനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൈകൾ വശങ്ങളിൽ വെച്ചുകൊണ്ടും ചെയ്യാവുന്നതാണ്. സെയിം മൂവ്മെൻ്റാണ്. ഇൻഹേൽ ചെയ്തുകൊണ്ട് കാലുയർത്തുക, എക്സേൽ ചെയ്തുകൊണ്ട്
താഴ്ത്തുക. ഒറ്റയടിക്ക് ഉപ്പൂറ്റി വന്ന് താഴെ പതിപ്പിക്കാതിരിക്കുക. സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് കാലുയർത്തുകയും ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴ്ത്തുകയും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബ്രീത്തിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ശ്വാസം എടുത്തുകൊണ്ടും ഉയർത്തുകയും ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുകയും. അടുത്തതായിട്ട് 2 കാലുകൾ ഒരുമിച്ച് ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് 2 കാലുകളും മുകളിലേക്ക് ഉയർത്താനായിട്ട് ശ്രമിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴേക്ക്. ഇൻഹേൽ, എക്സ്ഹേൽ, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് 3 മുതൽ 5 തവണ വരെ റിപ്പീറ്റ് ചെയ്ത് പോവാവുന്നതാണ്. അതിനുശേഷം കാലുകളകത്തി 1 നിമിഷം ഒന്ന് റിലാക്സ് ചെയ്യുക. കൈപ്പത്തികൾ മുകളിലോട്ടായിട്ട് ഫേസ് ചെയ്ത് വെക്കുക. ആവശ്യത്തിന് റിലാക്സേഷൻ എടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇനി നമുക്ക് സാവധാനം പവനമുക്താസന ചെയ്യാം. കാലുകൾ അടുപ്പിച്ച് വെക്കുക, കൈകൾ അടുപ്പിച്ച് വെക്കുക. ശ്വാസം എടുത്ത് കാലുയർത്തി ശ്വാസം വിട്ട് കാല് മുട്ട് മുതൽ മടക്കി മുട്ടിന് താഴെയായിട്ട് 2 കൈകൾ കൊണ്ട് കൂട്ടിപ്പിടിക്കുക. വയറ് മാക്സിമം അമർന്നിരിക്കട്ടെ. ദഹന സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ മാറാനായിട്ട് വളരെ യൂസ്ഫുള്ളാണ്. ഗ്യാസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം മാറാനായിട്ട് പവനമുക്താസന വളരെ സഹായകരമാണ്. ഈ ഒരു പൊസിഷനിൽ കുറച്ച് നേരം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തല ഉയർത്തേണ്ട ആവശ്യമില്ല. നോർമൽ ബ്രീത്തിങ്ങിൽ കുറച്ച് നേരം മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ സാധാരണ രീതിയിൽ ശ്വാസം എടുക്കുന്നതിനെയും വിടുന്നതിനെയുമാണ് നോർമൽ ബ്രീത്തിങ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏതൊരു ആസന മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിലും ഹോൾഡ് ചെയ്യുകയാണെങ്കിലും അതിൽ നോർമൽ ബ്രീത്തിങ് സാധാരണഗതിയിലായിരിക്കണം ശ്വാസം എടുക്കുന്നതും വിടുന്നതും. ഇനി കഴിഞ്ഞാൽ ശ്വാസം എടുത്തുകൊണ്ട് കാലുകൾ ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ താഴേക്ക് റിലീസ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ശവാസനയിൽ കൈകളകത്തി കാലുകളകത്തി കൈപ്പത്തി മുകളിലോട്ട് ഫേസ് ചെയ്തിരിക്കട്ടെ. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. പൂർണ്ണമായിട്ട് ശരീരത്തെ റിലാക്സ് ചെയ്യാനായിട്ട് അനുവദിച്ചു കൊടുക്കുക. സാധാരണ രീതിയിലുള്ള ശ്വാസഗതിയെ ഒന്ന് അറിയാനായിട്ട് ശ്രമിക്കുക. കുറച്ചു നേരം നിരീക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് വയറ് മുകളിലോട്ട് ബൾജ് ചെയ്ത് കൊടുക്കുക. ശ്വാസം വിടുന്നതിനോടൊപ്പം വയറ് താഴേക്ക് സിങ്ക് ചെയ്ത് കൊടുക്കുക. ഇൻഹേൽ, അബ്ഡോമൻ അപ്പ്, എക്സ്ഹേൽ ഡൗൺ. അതൊരു 5 തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ശ്വാസം എടുക്കുന്ന നേരത്ത് വയറ് മുകളിലോട്ട് ബൾജ് ചെയ്യട്ടെ. ശ്വാസം വിടുമ്പോൾ വയറ് താഴേക്ക് സിങ്ക് ചെയ്യട്ടെ. അതറിഞ്ഞുകൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് ശ്വാസം എടുക്കുന്ന സമയത്ത് വയറുയരുന്ന സമയത്ത് പോസിറ്റീവ് എനർജി കൊണ്ട് നമ്മുടെ ശരീരം നിറയുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ശ്വാസം എടുക്കുമ്പോൾ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് നിറയുന്നതായിട്ട് സങ്കല്പിക്കുക. ശ്വാസം വിടുമ്പോൾ വയറ് സിങ്ക് ചെയ്യുമ്പോൾ നമ്മളിൽ നിന്നുള്ള എല്ലാ സ്ട്രെസ്സും ടെൻഷനും പുറത്തോട്ട് പോകുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇൻഹേൽ, എക്സ്ഹേൽ, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇങ്ങനെ 5 തവണ റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു രീതിയിൽ ഫീലിങ്ങോടുകൂടി ചെയ്യുക. ശരീരം പൂർണ്ണമായി റിലാക്സ് ചെയ്തത് അറിയാനായിട്ട് ശ്രമിക്കുക. QRT അല്ലെങ്കിൽ ക്വിക്ക് റിലാക്സേഷൻ ടെക്നിക്കാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇതിന് ശേഷം സാവധാനം കാലുകൾ അടുപ്പിച്ച് വെക്കുക, കൈകൾ അടുപ്പിച്ച് വെക്കുക. ഒരു വശം ചരിഞ്ഞ് സാവധാനം ഇരിക്കുന്ന സ്ഥിതിയിലേക്ക് തിരിച്ചു വരിക. കണ്ണുകൾ ഈ സമയത്ത് അടഞ്ഞു തന്നെ ഇരിക്കട്ടെ.
ഏതെങ്കിലും ഒരു കംഫർട്ടബിളായിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുന്ന സ്ഥിതിയിലേക്ക് വരിക. നടുവ് നിവർത്തി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ശാന്തമായ അവസ്ഥയെ ഒന്ന് അറിയാൻ ശ്രമിക്കുക. പോസിറ്റീവായിട്ട് നമ്മുടെ ഓരോ കോശങ്ങളിലേക്കും പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. അതറിയാൻ ശ്രമിക്കുക. നമ്മുടെ ആജ്ഞാചക്രത്തിലേക്ക് കുറച്ച് നേരം നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കാം. ഇരു ഐബ്രോസിനും നടുക്കുള്ള പൊട്ടുകുത്തുന്ന ഭാഗത്ത് നെറ്റിയിൽ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അവിടെ ഒരു പർപ്പിൾ കളർ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ സങ്കല്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇൻഡിഗോ അല്ലെങ്കിൽ ഒരു പർപ്പിൾ കളർ, അതുമല്ലെങ്കിൽ ഒരു പ്രകാശം അവിടെ നിന്നും പ്രവഹിക്കുന്നതായിട്ട് സങ്കല്പിക്കാൻ ശ്രമിക്കുക. നമ്മൾ അവിടേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് നേരം അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കുക. ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ സാക്ഷീഭാവത്തിൽ കാണാനായിട്ട് ശ്രമിക്കുക. ഒരു മൂന്നാമതൊരാൾ പുറത്തുനിന്ന് കാണുന്ന ഭാവത്തിൽ, സാക്ഷീഭാവത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ചിന്തകളെ കടത്തിവിടുക. എന്നിട്ട് വീണ്ടും ശ്രദ്ധയെ ആജ്ഞാചക്രത്തിലേക്ക് കേന്ദ്രീകരിക്കുക. സാധിക്കുന്നത്ര സമയം നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ തുടരാവുന്നതാണ്. ശാന്തമായ അവസ്ഥയെ, ആനന്ദമായ അവസ്ഥയെ ഒന്നറിയാൻ ശ്രമിക്കുക. നമ്മുടെ ചുറ്റും ഒരു പോസിറ്റീവ് ഓറ തീർക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രകാശവലയം കൊണ്ട് നമ്മുടെ ശരീരം മുഴുവനും ചുറ്റിയിരിക്കുന്നതായിട്ട് അറിയാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും പോസിറ്റീവ് എനർജി നിറയുന്നതായിട്ട് സങ്കല്പിക്കാനും ശ്രമിക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയാവുന്നതാണ്. ഐ ആം എ ബ്ലിസ്ഫുൾ സോൾ, ഐ ആം എ പവർഫുൾ സോൾ, ഐ ആം എ പീസ്ഫുൾ സോൾ. എൻ്റെ പ്രതിരോധശേഷി വളരെ ഉയർന്നതാണ് എന്നുള്ള രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഈ ഒരു സമയത്ത് സാവധാനം നമുക്ക് ഇരു കൈകളും കൂപ്പിപ്പിടിക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഓരോ വരദാനങ്ങൾക്കും ദൈവത്തിനോട് നന്ദി പറയുക. കൈകളുള്ളതിന്, കാലുകളുള്ളതിന്, കാഴ്ച ശക്തി ഉള്ളതിന്, ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നതിന്, നമുക്ക് പാർക്കാൻ ഒരു പാർപ്പിടമുള്ളതിന്, അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും സർവേശ്വരനോട് നന്ദി പറയുക. ഇല്ലാത്തതിനെക്കുറിച്ച് ഓർക്കാതെ നമുക്കുള്ളതിനെ പറ്റി എല്ലാം ഓർത്ത് നമുക്ക് ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കുക. ഈ ഒരു ദിവസം നമുക്ക് സർവേശ്വരനോട് നന്ദി പറയാം. നല്ല ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും മാത്രം നമ്മിൽ നിന്നുണ്ടാവട്ടെ. ആരോടും ദേഷ്യമോ വിദ്വേഷമോ ഒന്നും ഇല്ലാതിരിക്കട്ടെ. നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തെ അറിയാൻ ശ്രമിക്കുക. അതുതന്നെയാണ് എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞിരിക്കുന്നതെന്നറിയുക. ലോകത്തെല്ലാവർക്കും നല്ലത് മാത്രം ഭവിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. അതിനായി പ്രവർത്തിക്കുക. യോഗ നമസ്കാരം ചെയ്യുക. ഇരു കൈകളും പിന്നിൽ കൂട്ടിക്കെട്ടി ശ്വാസമെടുത്ത് തല ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി താഴേക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു വരിക. ഇരു കൈകളും കൂട്ടിത്തിരുമിയ ചെറിയ ചൂട് കണ്ണിന് മുകളിലായിട്ട് വെച്ച് സാവധാനം കണ്ണുകൾ തുറക്കുക. നമസ്തേ. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഇതുപോലുള്ള യോഗ റിലേറ്റഡ് വീഡിയോസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അതിനടുത്ത് വരുന്ന ബെല്ലൈക്കണും അതിനടുത്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഭാവിയിലിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. എല്ലാവരും തന്നെ യോഗ നിത്യജീവിതത്തിൽ അഭ്യസിക്കാൻ ആരംഭിക്കുക. ഇതുവരെ അഭ്യസിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഒരു നല്ല ദിവസം നോക്കി നിൽക്കാതെ ഇന്ന് ഇപ്പോൾ എന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാവരും തന്നെ യോഗയും നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേരുന്നു. നമസ്തേ.